ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത് പുതിയ ടോപ്പിക്ക് പഠിക്കുകയല്ല. നമ്മൾ ഈ നമ്മൾ ഇങ്ങനെ ക്ലാസ് നെയിം എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. ക്ലാസ് നെയിം ശരിക്കും നമ്മൾ കൊടുക്കേണ്ടത് എന്ത് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ പിന്നെ അത് ഉപയോഗിക്കുന്നത്. ആ പർപ്പസ് ശരിക്കും നമുക്ക് ആ നെയിമിൽ നിന്ന് തന്നെ മനസ്സിലാവണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് പിന്നെ ഈ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് HTML CSS സപ്പോർട്ട് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ. ആ എക്സ്റ്റൻഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എനിക്കൊരു ഡിവ് ക്രിയേറ്റ് ചെയ്യണം. ആ ഡിവിനൊരു ക്ലാസ്സും കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഞാനിവിടെ ഡിവ് ഡോട്ട് ഹെഡർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു, ഡിവ് ഡോട്ട് ഹെഡർ. എന്നിട്ട് ഞാൻ ടാബ് കീ പ്രസ് ചെയ്തു. ടാബ് കീ ആണ്. ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോഡ് ഫില്ല് ചെയ്ത് തരും. ഡിവ് ക്ലാസ് ഈക്വൽ ടു ഹെഡർ എന്നുള്ളതാക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് തരും. നമുക്ക് ഡെവലപ്മെൻറ്റ് കുറച്ചും കൂടെ ഒന്ന് ഫാസ്റ്റ് ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഡിവ് ക്ലാസ് ഈക്വൽ ടു ഹെഡർ എന്നാണ് കൊടുത്തത്. എനിക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ഉള്ളിൽ ലോഗോ ഇമേജിന് വേണ്ടി പിന്നെ ഒരു ഇമേജ് വേണം. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, IMG ഡോട്ട് ലോഗോ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, IMG SRC ഈക്വൽ ടു സംതിങ് ആയിട്ട് ക്ലാസ് ഈക്വൽ ടു ലോഗോ എന്നുള്ളത് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഒരു ഷോർട്ട് കട്ടാണ്. അതേപോലെ എനിക്ക് ഇവിടെ മെയിൻ നാവിഗേഷൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നാവ് ഡോട്ട് നാവ് അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാവ് എന്ന് പറയുന്ന ടാഗ് ക്ലാസ് ഈക്വൽ ടു നാവ് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, അതേപോലെ പിന്നെ ഞാനിവിടെ സെക്ഷൻ ഡോട്ട് മെയിൻ സെക്ഷൻ അല്ലെങ്കിൽ മെയിൻ കണ്ടൻറ്റ്, എനിക്ക് ഏതിനും ചെയ്യാൻ പറ്റും. ഫസ്റ്റ് കൊടുക്കേണ്ടത് ടാഗ് നെയിം ഡോട്ട്, പിന്നെ കൊടുക്കേണ്ടത് ക്ലാസ് നെയിം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫൂട്ടർ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൂട്ടർ എന്ന് പറയുന്ന ടാഗ് ക്ലാസിക്കൽ ഫൂട്ടർ ഇങ്ങനെ ആക്കിയിട്ട് തരും. അത് നമ്മൾ എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഞാൻ പറയാൻ വന്നത് അതല്ല. ഞാൻ പറയാൻ കൊണ്ടുവന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഹെഡർ എന്ന് പറയുന്ന ക്ലാസ് കണ്ടാൽ തന്നെ എനിക്കറിയാം ഈ ഹെഡർ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഡിവ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ അതിൽ പ്രതീക്ഷിക്കുന്നത് ഹെഡറാണ്. അപ്പോൾ ഈ ക്ലാസ് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ എന്താ വരുന്നത് എന്നുള്ളത്. നാവ് കണ്ടാൽ എനിക്ക് മനസ്സിലാവും അത് നാവിഗേഷൻ ലിങ്ക് ആണെന്നുള്ളത്. മെയിൻ കണ്ടൻറ്റ് മനസ്സിലാവുമായിരിക്കും എനിക്ക് ആപ്ലിക്കേഷൻ്റെ മെയിൻ കണ്ടൻറ്റ് വരേണ്ട സ്ഥലമാണെന്നുള്ളത്. ഈ മെയിൻ കണ്ടൻറ്റിൻ്റെ ഉള്ളിൽ ഞാൻ 3 ബ്ലോക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സർവീസസും പ്രോഡക്ട്സും സ്പെഷ്യാലിറ്റീസും. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നത്, ഡിവ് അതിന് പിന്നെ ക്ലാസ് ഈക്വൽ ടു സർവീസസ്. അപ്പോൾ എനിക്കത് അത് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും സർവീസസ് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ബ്ലോക്ക് ഓഫ് കോഡാണിത് എന്നുള്ളത്. അതേപോലെ പിന്നെ ഞാൻ ഡിവ് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒന്ന്, അതേപോലെ സ്പെഷ്യാലിറ്റീസ്. അപ്പം എന്താ ഇതിലുള്ള നമ്മൾ കൊടുക്കുന്നത്, പിന്നെ നമ്മൾ സെക്ഷനോ അല്ലെങ്കിൽ കണ്ടെയ്നറിനോ കണ്ടെയ്നർ 1, 2, 3 ഒന്നും നമ്മൾ പേര് കൊടുക്കുന്നില്ല. നമ്മൾ ഈ നെയിം കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരാൻ സാധ്യതയുള്ള കണ്ടൻറ്റ് എന്താണെന്നുള്ളത്. ഇതുപോലെയാണ് നമ്മൾ നെയിം കൊടുക്കേണ്ടത്. അത് ഫയൽ നെയിം കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ക്ലാസ് നെയിം കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും നമ്മൾ കൊടുക്കേണ്ടത് ആ നെയിം കാണുമ്പോൾ തന്നെ ആ വായിക്കുന്ന ഡെവലപ്പർക്ക് മനസ്സിലാവണം അതിൽ വരാൻ സാധ്യതയുള്ള കണ്ടൻറ്റ് എന്താണ്, എന്ത് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഈ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഇത് ഡിവ് ആണെങ്കിലും സെക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഹെഡ് ആണെങ്കിലും ഫുട്ട് ആണെങ്കിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ക്ലാസ് നെയിം അതിനുള്ളിൽ വരുന്ന കണ്ടൻറ്റിന് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു നെയിമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് പഠിക്കും, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പഠിക്കും. അപ്പോഴെല്ലാം നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക അത് നമ്മൾ ചെയ്യുന്ന കോഡിങ് നമുക്ക് ചെയ്യാനല്ല. ഞാൻ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു 6 മാസത്തോളം എനിക്കത് ഓർമ്മ ഉണ്ടാവും. ഓക്കെ, ഞാനും ചിലപ്പോൾ 6 മാസം കഴിഞ്ഞ് ഞാനും മറക്കും. പക്ഷെ നമ്മളെപ്പോഴും ടാർഗറ്റ് ചെയ്യേണ്ടത് എനിക്ക് വേണ്ടിയല്ല. ഞാൻ ടാർഗറ്റ് ചെയ്യേണ്ടത് എൻ്റെ ശേഷം അല്ലെങ്കിൽ ഞാൻ ഈ പ്രോജക്റ്റിൽ നിന്ന് വേറെ പ്രോജക്റ്റിലോട്ട് മാറിക്കഴിഞ്ഞാൽ എൻ്റെ പിന്നാലെ വരുന്ന ഡെവലപ്പർക്ക് അതെങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡോണ്ട് മേക്ക് അതേഴ്സ് തിങ്ക്, അല്ലെങ്കിൽ ഡോണ്ട് മേക്ക് മീ തിങ്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. അതേപോലെ തന്നെ ഡോണ്ട് മേക്ക് അതേഴ്സ് തിങ്ക്. മറ്റുള്ളവർക്ക് ഇങ്ങനെ കുറേ ചിന്തിച്ച് കണ്ടെത്തേണ്ടതല്ല, ഒന്ന് നോക്കിയാൽ തന്നെ കണ്ടെത്തുന്ന രീതിയിൽ അത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്.
അങ്ങനെ ചെയ്യുന്ന കോഡാണ് ഏറ്റവും നല്ല കോഡ് എന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ അല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കോഡാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് നമ്മളും ഒരിക്കൽ വേറെ ഡെവലപ്പർ ചെയ്തതിൻ്റെ ബാക്കി നമ്മൾ ചെയ്യേണ്ടി വരും നമ്മുടെ ഡെവലപ്മെൻറ്റ് ലൈഫിൽ, കരിയറിൽ. ഒരു പ്രാവശ്യമല്ല, എപ്പോഴും നമുക്ക് ആ സിനാരിയോ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും സിമ്പിളായിട്ടും ഏറ്റവും മീനിങ് ആയിട്ടുള്ള നെയിം കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ മെയിൻ കണ്ടൻറ്റ് എന്നുള്ളതിന് മെയിൻ ഹൈഫൺ കണ്ടൻറ്റ് കൊടുക്കാം, യാതൊരു പ്രശ്നവുമില്ല. ഇപ്പം മെയിൻ 1 മെയിൻ 2 അങ്ങനെയെല്ലാം കൊടുക്കുന്നതിന് പകരം മെയിൻ ഹൈഫൺ, നമുക്ക് എത്ര ഇത് ഹൈഫൺ വെച്ചിട്ട് എത്ര എണ്ണം ആണെങ്കിലും കൊടുക്കാൻ പറ്റും. അതൊരു മീനിങ് ഫുൾ ആക്കിയിട്ട് തന്നെ മാറ്റും എപ്പോഴും. പിന്നെ അതേപോലെ ക്ലാസ് നെയിം, ലെറ്ററും എപ്പോഴും സ്മോൾ ലെറ്റർ മാത്രം ഉപയോഗിക്കുക. CSS ക്ലാസ്സിന് എപ്പോഴും സ്മോൾ ലെറ്റർ മാത്രമേ ഉപയോഗിക്കുള്ളൂ, സ്മോൾ ലെറ്റർ മാത്രം ഉപയോഗിക്കുക. ഓക്കെ.